ആ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആരോ കൊന്നിട്ട് വരുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. ഒരു മണം, രക്തം മണക്കുന്നു, ആ മണം അത് ഫീൽ ചെയ്തു. നമുക്ക് അത് അനുഭവം ഇപ്പൊ കാണുമ്പോഴും അത് ഫീൽ ചെയ്തു. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതോ, ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിൽ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവസാനം എന്നെ ജയിലിൽ കാണാൻ വരുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നോക്കുന്ന ഡയലോഗൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന ചാക്കോച്ചനെ ഇങ്ങനെ നോക്കുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, നെഞ്ചൊക്കെ ഒന്ന് കീറിപ്പോവും. ലൈക്ക് ആ ഒരു ഫീൽ എനിക്ക് കിട്ടും. സോറി അത്രയും ഇതായിട്ട് പറഞ്ഞത്. അതൊരു ഷോർട്ട് ഫിലിമാണ്, അത് ചെയ്തു കഴിഞ്ഞു, റിലീസാവും. അത് LCUമായിട്ട് കണക്റ്റഡ് ആണ്. അത്രമാത്രം ഇപ്പൊ അത് പൊളിയാണ് കേട്ടോ. രസമായിട്ടുണ്ട്. അത് നരേൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഗൂസ് ബംസ് ഉണ്ടാക്കും. 20 years മീരയ്ക്ക് വേണ്ടിയിട്ട് പാടിയ പാട്ടുകളൊക്കെ അതൊക്കെ ഭയങ്കര പാട്ടിന്റെ ഭയങ്കര സിഗ്നേച്ചർ. മഞ്ജരി പാടി കഴിഞ്ഞാൽ മീര പാടുന്നുവല്ലാന്ന് തോന്നുന്നു. ഏറ്റവും വലിയ വെച്ചാൽ ഇളയരാജ സാറുടെ സ്റ്റുഡിയോയിൽ കമ്പോസ് ചെയ്യുമ്പോൾ ഇരുന്നിട്ടുണ്ട്. രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഔസേപ്പച്ചനെങ്കിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് പോയി കണ്ടിട്ടുണ്ട്. ഇനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോൾ എന്നെ വിട്ടു. നരേനെ കാണുമ്പോൾ ഇടയ്ക്ക് ഈ ക്ലാസ്മേറ്റ്സിൽ റസിയ പാടുന്ന പാട്ടുണ്ട്. അതിൽ എൻ്റെ ഖൽബിലെ വെണ്ണിലാവൂ നീ നല്ല പാട്ടുകാര, എന്നിട്ട് അവസാനം സുൽത്താൻ്റെ ചെയിലുകാരാന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ചെയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു മുഖമാണ് നരേനുള്ളത്. ഈ പറഞ്ഞ റൊമാൻസിൻ്റെ സംഭവം അങ്ങനെ തേടി പടങ്ങൾ വരുന്നില്ല. അത് എന്താ ഡയറക്ടേഴ്സോ റൈറ്റേഴ്സോ ചിന്തിക്കാത്തതെന്ന് അറിയുന്നില്ല. നിങ്ങൾക്ക് പറയുമ്പോൾ അത് സന്തോഷം തോന്നുന്നു. പൂക്കളെ വാനിലെ പനിനീർ പൂവുകളെ, ഈ തുടങ്ങുന്ന ഗാനം പുതിയ ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ്. മനോഹരമായ പാട്ടാണ്. ഹരിശങ്കർ പാടിയിട്ടുണ്ട്. അതിനകത്ത് വേറെയും പാട്ടുണ്ട്. യൂട്യൂബിൽ 2 പാട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിലറും വന്നിട്ടുണ്ട്. സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മീര ജാസ്മിനും നരേനും ഒപ്പം സംവിധായകൻ M പത്മകുമാറും എഴുത്തുകാരൻ അർജുനും വന്നിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മീര, ശരിക്കും നിങ്ങൾ രണ്ടും തമ്മിൽ ഒരേ കടലിലും പിന്നെ അച്ഛൻ്റെ അമ്മയിലും നന്നായിട്ട് ആൾക്കാർ സ്വീകരിച്ചതാണ്. ഈ ചിത്രവും ആ തരത്തിൽ സ്വീകരിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പാട്ടൊക്കെ കണ്ടപ്പോൾ, എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് പടത്തെ മനസ്സിലാക്കുന്നത്? അച്ഛൻ്റെ അമ്മ സ്വീകരിച്ച പ്രേക്ഷകരെ ഈ സിനിമയും സ്വീകരിക്കണം. അതായത് ഇത് അതിൻ്റെ ആ ഒരു ഫീല് പോകുന്ന പോലത്തെ ഒരു ഫീലുള്ള സിനിമയാണ്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നമുക്ക് അതൊക്കെ അച്ഛനമ്മ തിയേറ്ററിൽ കണ്ടിറങ്ങിയപ്പം ആളുകൾക്ക് ഇങ്ങനെ തോന്നി, ആ ഒരു ബ്യൂട്ടിഫുൾ ഹാപ്പി ഒരു നമ്മൾ ഒരു നല്ല സിനിമ കണ്ടു, മനസ്സ് നിറഞ്ഞു, ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ പറ്റി. എനിക്കൊന്ന് പക്ഷെ തമാശകൾ അതിലും ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ട്. സിറ്റുവേഷണൽ കോമഡി, ആ ഒരു ഫീലാണ്. ഇപ്പോൾ നരേൻ ശരിക്കും ഈ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് നിഴൽക്കുത്തിൽ വന്നിട്ട് നിഴൽക്കുത്തിൽ തന്നെ അഭിനയിച്ച് തുടങ്ങുന്നു. ഇപ്പോൾ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൈദിയും വിക്രമൊക്കെ പോലെയുള്ള വലിയ സിനിമകളുടെ ഭാഗമായിട്ടുള്ളൊരു നരേനുണ്ട്. ഈ സിനിമ ഇപ്പോൾ വേറൊരു ജോണറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പടത്തെ എങ്ങനെ നോക്കിക്കാണും? വളരെ ഇഷ്ടപ്പെട്ട ജോണറാണ് എനിക്കിത്. കാരണം ഇങ്ങനത്തെ ജോണറിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ അമ്മയാണ് പിന്നെ ഒരു ഫീൽ ഗുഡ് ഹ്യൂമർ ആയിട്ടുള്ളൊരു സംഭവം. ക്ലാസ്മേറ്റ്സ് ഒരുമാതിരി റൊമാൻറ്റിക് സൈഡ്. പിന്നീടുള്ള ബാക്കി പല പടങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങളുടെ ഭാഗമായിരുന്നു, പ്രത്യേകിച്ച് തമിഴിലൊക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് നമ്മളെ തേടി എത്തുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവസാനം ചെയ്തത് വളരെ സീരിയസ് ആണ്. പക്ഷെ അതെനിക്ക് വളരെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്നായിരുന്നു 2018 ആ സിനിമയിലെ ക്യാരക്ടർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ചെയ്യാൻ കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴത്തൊരു, ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഒരു കളിക്കോപ്പ് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടുമ്പോഴത്തൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. പപ്പേട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും സന്തോഷമായി. ഈ ക്യാരക്ടർ ആര് ചെയ്യുന്നത്, മീര എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ദാറ്റ് വാസ് ലൈക്ക് ദ ബെസ്റ്റ് തിങ്. അപ്പോൾ പിന്നെ ഇറ്റ് വാസ് ലൈക്ക്, ആൻഡ് അതുപോലെ തന്നെയായിരുന്നു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സീക്വൻസുകൾ ചെയ്യുമ്പോഴും നമുക്കത് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പടം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ പടം ഫുൾ വർക്ക് ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവോ, എവിടെയെങ്കിലും ആരെങ്കിലും തമ്മിലൊരു സൗന്ദര്യപ്പണക്കോ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതൊക്കെ തന്നെ ഒരു യൂണിറ്റിൻ്റെ ഒരു ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതൊക്കെ നമുക്ക് ഒരു പടം വരുമ്പോൾ എല്ലാം കൂട്ടായ്മ നമ്മൾ പറയുന്നത് ഇതൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ. പിന്നെ ഒരു ഫാമിലി, ഞാനെപ്പോഴും നോക്കുന്നുണ്ട്, നമ്മളൊരു ഫാമിലി മൊത്തമായിട്ട് പോയി കാണാവുന്ന ഒരു സിനിമ, വൾഗർ വേർഡ്സ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ചിലത് ആക്ഷൻ ആയിരിക്കും, ചിലത് വയലൻസ് ആയിരിക്കും, ഇതൊന്നും അല്ലാണ്ട് ഫീൽ ഗുഡായിട്ട്
കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന വളരെ ആ ഒരു പാക്കേജ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ക്വീൻ എലിസബത്ത്. നരേനെ കാണുമ്പോൾ ഇടയ്ക്ക് ഈ ക്ലാസ്മേറ്റ്സിൽ റസിയ പാടുന്ന പാട്ടുണ്ട്. അതില് എൻ്റെ കൽബിലെ വെണ്ണിലാവുന്ന നല്ല പാട്ടുകാര, എന്നിട്ട് അവസാനം സുൽത്താന്റെ ചെയിലുകാരാന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ചെയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു മുഖമാണ് നരേനുള്ളത്. എക്സാക്ട്ലി, മലയാളി എപ്പോഴും നരേന്റെ മുഖത്തെ അങ്ങനെ തന്നെയാണ്. ഒരു റൊമാൻസ് എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ആകർഷകത്വം തോന്നുന്ന ഒരു മുഖമുണ്ട് നരേന്. ഈ സിനിമയ്ക്ക് റൊമാൻസിന് ഗുണകരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇയാള് പിന്നെ കുറച്ചും കൂടി ഇതില് അലക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചുകൂടി നിഷ്കളങ്കനാണ്. അപ്പൊ അതിൽ നിന്നും വരുന്ന ഇയാളുടെ താല്പര്യങ്ങളാണ്. പക്ഷെ ഈ പറഞ്ഞ റൊമാൻസിന്റെ സംഭവം അങ്ങനെ തേടി പടങ്ങൾ വരുന്നില്ല. അത് എന്താ ഡയറക്ടേഴ്സോ റൈറ്റേഴ്സോ ചിന്തിക്കാത്തതെന്ന് അറിയുന്നില്ല. നിങ്ങൾക്ക് പറയുമ്പോൾ അത് സന്തോഷം തോന്നുന്നു. കേക്കട്ടെ, അതെ അങ്ങനെ ആവട്ടെ. ഈ പടം ഇപ്പോ മീര ജാസ്മിൻ ശരിക്കും നമ്മുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയിരുന്ന ഒരാളാണ്. ഇപ്പൊ സൂത്രധാരനിൽ തുടങ്ങുമ്പോൾ അത് ഒരുപക്ഷെ കൽക്കട്ട ന്യൂസ് വരെ നിൽക്കുന്ന ഒരു കാലമുണ്ട്. അത് മലയാളിയുടെ മനോഹരമായ കാലഘട്ടമാണ്. അത് കസ്തൂരിമാനായിട്ട് ഗ്രാമഫോൺ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് അച്ചുവിൻ്റെ അമ്മ, സത്യനന്ദിക്കാട് സിനിമകളുടെ ഒരു കാലത്തെ ഭാഗമായിരുന്നു. ഇപ്പൊ രസതന്ത്രമാണെങ്കിലും ഹിറ്റായിരുന്നു. അതായത് മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ ഒരേ കടൽ എന്ന് പറയുന്ന ശ്യാമപ്രസാദിന്റെ സിനിമയിലേക്ക് എത്തുന്നു. എന്നിട്ടാണ് ബ്ലസ്സി കണ്ടുപിടിച്ച ഒരാൾ കൽക്കട്ട ന്യൂസ് വരെ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയ ഹിറ്റുകളുണ്ട് ഒരു കാലം. അതിനകത്ത് 1-2 പടങ്ങളാണ് വേറിട്ട പടങ്ങൾ. അതിലൊന്നെന്ന് പറയുന്നത് പാഠം ഒന്ന് വിലാപം ശരിക്കും നാഷണൽ അവാർഡ് വിൻ ചെയ്യുന്നു. ഇപ്പോൾ കസ്തൂരിമാന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതേപോലെ പാടവുന്ന വിലാപത്തിനും സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. പിന്നെ ചക്രമാണ് അതിനകത്ത് കമേഴ്സ്യലി വിജയിക്കാതെ പോയൊരു സിനിമ. പക്ഷേ ഈ കാലം നോക്കുമ്പോൾ മലയാളിയുടെ മനസ്സിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ്, ആ പടങ്ങളൊക്കെ നമ്മൾ ആരാധിക്കുന്ന പടങ്ങളാണ്. ആ പടങ്ങളെ തിരിച്ചും മറിച്ചും നമ്മൾ വിമർശന വിധേയമാക്കി ഒക്കെ സംസാരിക്കുന്ന, വാദോരാതെ സംസാരിക്കുന്ന വർഷങ്ങളാണ് ഈ ഒരു പക്ഷേ അറൗണ്ട് 25 വർഷങ്ങൾ. പുറകോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ അവസാനം മകള് സത്യനന്ദിക്കാടിൻ്റെ കൂടെ വീണ്ടും ചെയ്യുന്നു. അവസ്ഥയിൽ എങ്ങനെയാണ് മലയാള സിനിമകളുടെ ഭാഗമായ ഒരു അവസ്ഥയെ നോക്കിക്കാണുന്നത്? വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു ഇതാണ്. ബിക്കോസ് തിരിച്ചു വരിക എന്നുള്ളത്, അതും നല്ല ക്വീൻ എലിസബത്ത് പോലത്തെ നല്ല സബ്ജക്റ്റ് വന്ന് സത്യനന്ദിക്കാടിന്റെ മകളിലൂടെ അങ്കിളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു സോഫ്റ്റ് റീ ലോഞ്ച് പോലെയാണ്. അല്ലെ, ഞാൻ മകളിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വലിയ പെർഫോമൻസ് ഒക്കെ ചെയ്തല്ലേ, ഭയങ്കര റോൾ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ മകള് ചെയ്തത് ആക്ച്വലി സത്യനങ്ങളുടെ കൂടെ വന്ന് അതെ അതെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്കിളുടെ കൂടെ ഉള്ള ഹാപ്പിനെസ്. സത്യനന്ദിക്കാട് വിളിച്ചാൽ ഞാൻ പോവും. അത് വേറൊരു ബന്ധവാ, ഫാമിലിയാണ്. അത് അങ്കിളുടെ ഫാമിലിയിലെ മെമ്പറാണ് ഞാൻ. അങ്കിൾ എന്നെ പറഞ്ഞു വിട്ടാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അങ്കിളിനോട് ഞാൻ പറയും, അങ്കിളുടെ പിള്ളേരോട് ഞാൻ പറയും. അപ്പൊ അവർക്കറിയാം. സോ അതിന്റെ ഒരു സന്തോഷം, അവരെ പോലുള്ള ലെജൻഡറി ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത്, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതും അങ്കിൾ പറയാം, മീര നമ്മുടെ കുടുംബത്തിലാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ക്വീൻ എലിസബത്ത്. സോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ലിസ്റ്റ് ഓഫ് മൂവീസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പാടമൊന്ന് വിലാപം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഈ പെരുമഴക്കാലം ഇതേപോലെ ക്രിട്ടിക്കുകൾ ഒരുപാട് സംസാരിച്ചതാണ്. കാവ്യ മാധവനും മീര ജാസ്മിനും കൂടെ ഈ അവർ ഒപ്പിട്ട് തരാന്ന് പറയുന്ന ഒരു മൊമെന്റിൽ മീര അവിടെ ഇരിക്കുന്ന സമയത്ത് അവർ വന്ന് കാണുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് ബോധമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയും അത് കഴിഞ്ഞിട്ട് അവരോട് റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സീനൊക്കെ നമ്മളൊക്കെ ആവർത്തിച്ച് ആ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണാറുണ്ടോ? ഇത്തരം സീനുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇടയ്ക്ക് കാണാറുണ്ട്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അയച്ചു തരുമ്പോഴൊക്കെ കാണാറുണ്ട്. അയ്യോ, ഇനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നല്ല റിയാക്ഷൻ ആയിരുന്നു എന്ന് ഇപ്പോഴും അഭിപ്രായമുള്ള റിയാക്ഷനാണ്. അതേപോലെ ഒരു സിനിമയെ കുറിച്ചുകൂടെ നമുക്ക് പല സിനിമകളും കണ്ടിട്ട്, ഡോർ എന്ന് പറയുന്ന ഹിന്ദിയിൽ അത് ചെയ്തു ആ പടം. അത് എന്നോട് ആരാ പറഞ്ഞത്? യശ് ചോപ്ര ഒരു ഇവന്റിന് ഞാൻ യശ് ചോപ്രയെ മീറ്റ് ചെയ്തിരുന്നു. ഒരേ കടലിൽ ഒരു അവാർഡ് വാങ്ങിക്കാൻ ബോംബെ പോയതാ. സോ അദ്ദേഹം വളരെ ഇതായിട്ട് എൻ്റെ അടുത്ത് പെരുമഴക്കാലത്തിനെ പറ്റി സംസാരിച്ചു. അദ്ദേഹം കണ്ടിട്ടുണ്ട് പെരുമഴക്കാലം, ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഒരു സിനിമ നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹിന്ദിയിലോട്ട് അവർ എടുത്തിട്ടുണ്ട്, വേറെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ ആ ഒരു ഓർമ്മ വന്നു. ഈ അടയാളപ്പെടുത്തിയ ഒരു സിനിമകളിൽ ഒന്നാണ് ഒരേ കടല്. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നതാണ്. അതിൽ ജയകുമാറും ദീപ്തിയും നാഥനുമായിരുന്നു. ഈ ജയകുമാറിനെ എന്തുകൊണ്ടാണ് ദീപ്തി വിട്ടുപോയത് എന്നുള്ള ഒരു സംസാരം നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ്. അത് കാലാതിവർത്തിയാകുന്നതിന്റെ ഭാഗമാണത്. അത്രയും കാലം നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും
നരേനും മീര ജാസ്മിനും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എപ്പോഴെങ്കിലും ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, എന്തുകൊണ്ടായിരിക്കാം അയാൾ സ്വീകരിക്കപ്പെടേണ്ട ആളാണോ, അല്ലെങ്കിൽ ജയകുമാറിനെ കളഞ്ഞിട്ട് പോവേണ്ടതായിരുന്നോ എന്നൊക്കെ പറയുന്ന ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ടുണ്ടോ? ഞങ്ങൾ തമാശക്ക് പറയും നരേന്ദ്രൻ എന്നാലും എന്നെ വിട്ടിട്ട് പോയില്ലേ. കുറിച്ചുള്ള തമാശക്ക് പറയുന്ന വെച്ചാൽ ഒന്നുമില്ല, ഞാനുണ്ട് ഓക്കെ. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോ എന്നെ വിട്ടുപോയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കുറച്ചുകൂടി നല്ല വലിയൊരു കാണാനും ഭംഗി വലിയൊരു കഴിവൊക്കെ ഉള്ള അങ്ങനെ പോയി. അല്ല, സത്യത്തിൽ എങ്ങനെയായിരുന്നു പോയത്? ശരിക്കും ശ്യാം സാറിന്റെ അടുത്ത് ചോദിക്കും. ശ്യാം സാറിന് പറയും പല ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. അത് അങ്ങനെയാണ്, പല ഇന്റർപ്രിട്ടേഷൻ. അത് അവരവർ അതാണ് ചില ഫിലിം മേക്കേഴ്സിന്റെ ഒരു പ്ലസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ക്ലൈമാക്സ് പോലും നമ്മൾ വരുന്നു കാണിക്കുന്നില്ലല്ലോ, കൊല്ലുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയാണ് വരുന്നത് അല്ലെ, കൊല്ലാനെന്ത് അങ്ങനെയാണ്. പക്ഷേ ഒരു അത് പലവർക്കും പല രീതിയിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ചില ഫിലിംസ് ആർ ബീൻ അല്ലേ, അങ്ങനെ ഒരു ഇതിൽ വരുന്ന ഒരു ജോണറിലുള്ള സിനിമയാണത്. യു ഹാവ് യുവർ ഓൺ ഇന്റർപ്രിട്ടേഷൻ. അതാണ് അതിന്റെ രീതി. അല്ല, നമ്മളിപ്പോഴും ചർച്ച ഇപ്പൊ ഞാൻ അതിലെങ്ങനെ വെച്ചാൽ ദീപ്തി എന്തായാലും തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് എപ്പോഴും കുറെ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്ക് ദീപ്തി വേറെ രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇതിലെ ക്യാരക്ടറിന്റെ രൂപത്തിൽ വന്നതുപോലെ നമ്മൾ ഒത്തിരി സിനിമകൾ സംസാരിക്കേണ്ടതുണ്ടെങ്കിലും എല്ലാം ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കുഞ്ചാക്കോ ബോബനുമായിട്ട് ചെയ്തിട്ടുള്ള കസ്തൂരി മാനിലെ ക്യാരക്ടർ അത് അസാധ്യ ക്യാരക്ടറാണ്. ആ സമയത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മീര ജാസ്മിൻ ഒരു നിലപാടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മലയാള സിനിമകളിൽ, മറ്റ് സിനിമകളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നല്ല കഥകൾ നോക്കിയും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കഥകൾ, അത് ഒരുപക്ഷെ കസ്തൂരിമാന്റെ സമയത്ത് അങ്ങനെ ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റി മറ്റുള്ളവരുടെയും സഹായിക്കുന്ന, കാമുകിനെയൊക്കെ സഹായിക്കുന്ന ഒരു ക്യാരക്ടറിനെ അല്ല നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്. ആ സമയത്താണ് മീര ജാസ്മിന്റെ കുറേ പടങ്ങളിൽ അങ്ങനെ സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നു. ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും അതേപോലെ അതിനകത്ത്, അതായത് ഒരുപാട് പാട്ടുകൾ മീര ജാസ്മിന് കിട്ടിയിട്ടുള്ളതിൽ ഒന്ന് അതിലുണ്ട്. അതിനെക്കുറിച്ച് ഔസേപ്പച്ചൻ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ചാക്കോബന്റെ ആ വയലിൻ പ്രയോഗമില്ലേ, വയലിൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണ് വയലിൻ വായിക്കുന്നതെന്ന് തോന്നില്ല എന്നുള്ള രീതിയിലുള്ള അഭിനയമായിരുന്നു. കുഞ്ചാക്കോബനെ കൂടെ ഓർക്കുമ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള ഓർക്കും പറയാം. വെരി ടച്ചിങ് ആ സിനിമ. എസ്പെഷ്യലി എനിക്ക് ആ ശമ്മിത്തിലിങ്ങനെ രാത്രിയിലത്തെ സീനൊക്കെ ഭയങ്കര, ഇപ്പോഴേ ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സീൻ എടുത്തത്. ഇനി ആ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആരോ കൊന്നിട്ട് വരുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. ഒരു മരണം, രക്തം മണക്കുന്നു, ആ മണം അത് ഫീൽ ചെയ്തു. നമുക്ക് അത് അനുഭവം ഇപ്പൊ കാണുമ്പോഴും അത് ഫീൽ ചെയ്യുന്നു. ഞാൻ ചെയ്തതായിട്ടല്ല അതിനെ കാണുന്നത്, ഒരു സിനിമയായിട്ട് കാണുമ്പോഴേ. പിന്നെ ഇതെങ്ങനെ ചെയ്തു എന്നുള്ള ഒരു വലിയ ഒരു ബ്ലെസ്സിങ്. ആൻഡ് ഒരു നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാൻ, ഒരു റോള് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിൽ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഇതിൽ പോയി അവിടെ നിൽക്കുന്ന, പിന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നു. അത് പറയുന്നത് ദൈവത്തിന്റെ ഒരു ടച്ചാണ്. ആ ടച്ച് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. സോ അതേപോലെ ആ പാട്ടില് ചാക്കോച്ചൻ വളരെ ഭംഗിയായിട്ട് വയലിൻ പ്ലേ ചെയ്തിട്ടുണ്ട്. റിയൽ ഒരു പെർഫോമർ ചെയ്യുന്ന പോലെ തന്നെ ചാക്കോച്ചൻ ചെയ്തേക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഇതാണ്. സോ അവസാനം എന്നെ ജയിലിൽ കാണാൻ വരുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ നോക്കുന്ന, ഡയലോഗ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന, ചാക്കോച്ചനെ ഇങ്ങനെ നോക്കുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, നെഞ്ചൊക്കെ അങ്ങ് കീറിപ്പോവും. ലൈക്ക് ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. സോറി അത്രയും ഇതായിട്ട് പറഞ്ഞത്. ഈ ഒരേ കടലിലെ പാട്ടുകൾ ശരിക്കും പരാമർശിക്കാതെ പോകാൻ പറ്റില്ല പലപ്പോഴും. അതിൽ ശുഭവന്ത് വരാളിയിൽ ഔസേപ്പച്ചൻ സാർ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ബോംബെ ജെയ്സപ്പി ഉൾപ്പെടെയുള്ള ആൾക്കാർ പാടിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ സമയത്തും പ്ലേ ആവുന്ന ഒരു പ്ലേലിസ്റ്റാണ് അതിനകത്തുള്ള പാട്ടുകൾ. അത് ഓർക്കുമ്പോൾ നരേന ചെയ്ത ഒരു ക്രാഫ്റ്റ് വർക്കായിരുന്നു ആ ഒരേ കടൽ. ശരിക്കും അതെ, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ജോണർ ഞങ്ങൾ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. അതിന് മുമ്പ് അച്ചുവിൻ്റെ അമ്മയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ഇത്രയും. അപ്പോൾ വളരെ ഹെൽപ്ലെസ് ആയിട്ടൊരു ക്യാരക്ടറാണ് എൻ്റെ. ആൻഡ് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ശ്യാം പ്രസാദ് സാറിനെ പോലൊരു ഡയറക്ടർ വേണം അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ. ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം അവർ തരുന്നൊരു സമയം, അവരുടെ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പം മീരയ്ക്കൊക്കെ അതിൽ വളരെ സമയമെടുത്ത് ചെയ്യാവുന്ന, ആലോചിച്ച്
നമ്മുടെ മെൻ്റലി പേഴ്സണലി ട്രാവൽ ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഡയലോഗുകളും ഷോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം തമ്മിലുള്ള സീൻ ഇതൊക്കെ അദ്ദേഹം ഒരു സമയം തരും നമുക്ക്. ലൈക്ക് യു റിഹേഴ്സ്, ഇംപ്രവൈസ് ആൻഡ് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട്. അപ്പോൾ ദർ ഇസ് എ ടൈമിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതന്നെ ഒരു നോർമൽ കമേഴ്ഷ്യൽ ഫിലിമിൻ്റെ പാറ്റേണിലാണ് നമുക്ക് സമയമില്ല, അതെ നമുക്കിത് പെട്ടെന്ന് മറ്റേ ഇത് കഴിഞ്ഞിട്ടാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും പെട്ടുപോകും നമുക്കിത്. കാരണം ക്യാരക്ടേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡും കോംപ്ലക്സും ആണ്, മറ്റതുപോലെയല്ല. അപ്പോൾ ആ ഒരു അനുഭവം ഇസ് വെരി, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഐ മീൻ നമുക്കൊക്കെ അവിടുന്നാണ് നല്ല പല ക്യാരക്ടേഴ്സും നമ്മൾ നോർമൽ ജോണർ ഫിലിംസിൽ കാണാത്ത ക്യാരക്ടേഴ്സ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഇറ്റ്സ് ഓൾവേസ് നമ്മൾ പറയുന്ന പോലെ ഡയറക്ടറാണ് അതിൻ്റെ ഒരു 90% എപ്പോഴും. നമ്മൾ എല്ലാ ആർട്ടിസ്റ്റും പറയാറുണ്ട് ഡയറക്ടർ ഇപ്പം ഞാനിത് പെർഫോം ചെയ്യണു, ഇപ്പോൾ പപ്പേട്ടൻ കൺട്രോൾ ചെയ്യണു, ഇത് അല്ല ഇത്ര നമ്മുടെ പകുതിയിലേറെ പ്രശ്നം തീർന്നു. ഇപ്പോൾ ഡയറക്ടർക്ക് ക്ലിയർ ആണെങ്കിൽ മറ്റേ നമുക്കൊരു പിടുത്തമില്ലല്ലോ, നമ്മൾ എന്തൊക്കെയോ. അപ്പോൾ ആ പടങ്ങൾക്കൊക്കെ ഒരു പ്ലസ് അതാണ്. നമ്മൾ ഈ പറയുന്ന പടങ്ങൾക്കൊക്കെ സീസൺഡ് ആയ ഡയറക്ടേഴ്സ്, പിന്നെ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ നല്ല ഇരുത്തം വന്ന ഡയറക്ടേഴ്സും വേണം. ഇറ്റ്സ് നോട്ട് സിമ്പിൾ ഇമോഷൻസ് അല്ല അത്. ഡയറക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകേഷ് കനകരാജിനെ കുറിച്ച് 2 വാക്ക് പറയണം. എന്തോ ഒരു പുതിയ പ്രോജക്റ്റ് സംസാരിക്കുന്നുണ്ട്. അല്ല അതൊരു ഷോർട്ട് ഫിലിമാണ്, അത് ചെയ്തു കഴിഞ്ഞു, അതിപ്പോൾ റിലീസാവും. അത് എവിടെയാണെന്ന് അറിയില്ല, കാരണം 10 minutes ഷോർട്ട് ഫിലിമാണ്. അത് LCയുമായിട്ട് കണക്റ്റഡ് ആണ്, അത്രമാത്രം ഇപ്പോൾ. രസമായിട്ടുണ്ട്. അത് നരേൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഗൂസ് ബംസ് ഉണ്ടാക്കും. ട്രെയിലർ കണ്ടിട്ട് ഒരു റൊമാൻറ്റിക് കോമഡിയാണെന്ന് തോന്നുന്നു. എന്താണ് പടത്തെക്കുറിച്ച് പറഞ്ഞോളൂ. ഇതൊരു റൊമാൻറ്റിക് കോമഡിയാണ്. റൊമാൻറ്റിക് കോമഡിയിൽ തന്നെ ഫാമിലി എലമെൻറ്റും കുറച്ച് സറ്റയർ ആയിട്ടുള്ള സ്വഭാവം വരുന്ന ഒരു ടൈപ്പ് സിനിമയാണ്. എനിക്ക് തോന്നുന്നു പല ജോണറിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാസ്തവം വേറൊരു തരത്തിലുള്ള സാധനമായിരുന്നു, മാമാങ്കം വേറൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ അവസാനം ഞാൻ 10ാം വളവാണ് കണ്ടത്. അത് കുറച്ചൊരു ത്രില്ലർ സ്വഭാവമുള്ളതായിരുന്നു, നല്ല പടമായിരുന്നു. ഇത് ഇപ്പോൾ വേറൊരു ജോണറിലാണ് സാധനം ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ ജോണർ കൈവയ്ക്കണം. ആദ്യമായിട്ടല്ല, ഞാൻ ശരിക്കും തുടങ്ങിയത് ഇപ്പോൾ അമ്മക്കിളിക്കൂട്, അതൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു. അതിനുശേഷം ഒരു ലൈറ്ററായിട്ടുള്ള സിനിമ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ചെയ്തത്. ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ വെച്ചൊരു സിനിമ ചെയ്തു, ജലം എന്നൊരു ചെറിയ കുഞ്ഞു സിനിമ ചെയ്തു. പക്ഷേ കുറച്ചു കാലമായിട്ട് ഇങ്ങനത്തെ സിനിമ ചെയ്തിട്ടില്ല. പക്ഷെ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ചെയ്യുമ്പോൾ. ജോസഫിൽ ശരിക്കും റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ പക്ഷെ ത്രില്ലർ മൂവിയാണ്. പക്ഷെ പാട്ടൊക്കെ ഭയങ്കര രഞ്ജിൻ രാജിന് ശരിക്കും പൂമുത്തകളെ നമുക്ക് അത് അതിൽ വേറൊരു തരം റൊമാൻസ് ഉണ്ട്. പക്ഷെ ഇതല്ല, ഇത് ഒരു ശരിക്കും ഒരു ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നല്ല ഫീൽ ഗുഡ് സിനിമയാണ്. ശരിക്കും ഫാമിലിക്കും എല്ലാ തരം ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. എന്നെ സംബന്ധിച്ച് ത്രില്ലർ സിനിമ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം, ഈസി. എൻ്റെ മനസ്സിലുള്ള ഫ്രെയിമൊക്കെ അങ്ങനത്തെയാണ് പൊതുവെ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് ഞാൻ ചെയ്തു. കാരണം ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ ഏറ്റവും നല്ല രണ്ടുപേരല്ല, എല്ലാ ആർട്ടിസ്റ്റുകളും, പ്രത്യേകിച്ചും എനിക്ക് മീര നരേൻ ഒരു കോമ്പോ തിരിച്ചു വരുന്നതെന്ന് പറയുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. എല്ലാവരും, അതുപോലെ നമ്മുടെ ടെക്നീഷ്യൻസ്, ഒരു കൂട്ടായ്മ. സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടായ്മയാണല്ലോ. അർജുൻ്റെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, അതുപോലെ ജിത്തുവിൻ്റെ ക്യാമറ ആയാലും രഞ്ജിൻ്റെ സംഗീതമായാലും ബാവയുടെ ആർട്ട് ഡയറക്ഷൻ ആയാലും എല്ലാവരും വളരെ ഒരു കുടുംബം പോലെ ഒന്നിച്ച് കുറച്ച് ദിവസം വർക്ക് ചെയ്ത സിനിമയായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു അർജുൻ മുമ്പ് ചെയ്തൊരു രക്ഷാധികാരി ബൈജുവും സന്തോഷവുമാണ്. രക്ഷാധികാരി ബൈജുവിനകത്ത് ശരിക്കും ദിലീഷ് പോത്തനും ബിജു മേനോനും കൂടെ സംസാരിക്കുന്നത്. ഒരാളെന്ന് പറഞ്ഞാൽ നാട്ടിൽ വളരെ സുഖലോലുപനായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി കിടക്കുന്നു, മറ്റേ ആളെന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കാൻ വേണ്ടി വിദേശത്ത് ഭയങ്കരമായിട്ട് പോകുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നിന്റെ ജീവിതം ഭാഗ്യമാണെന്ന് ബൈജുവിനോട് പറയുന്നൊരു സാധനമുണ്ട്. അതൊരു പക്ഷേ ഒരുപാട് ട്രോളും ഒരുപാട് പേജുകളിലൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഒരു ആ പടത്തിന് ഒരു ലൂസായിട്ടുള്ള ഒരു സുഖമുണ്ട്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ആ രീതിയിലാണ്. ആ എഴുതുന്ന സമയത്ത് അങ്ങനെ തന്നെയാണോ അത് വിചാരിച്ചത്? ലൂസായിട്ടുള്ള കട്ട്സോ നടത്തോ ഒക്കെ വെറുതെ ഉപയോഗിക്കാം നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന സാധാരണക്കാരൻ? അതായത് ഇത് ഞാനും രഞ്ജൻ പ്രമോദ് സാറിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. ആക്ച്വലി 2 വർഷം ഞാൻ രഞ്ജൻ പ്രമോദ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ രഞ്ജൻ സാറിന് ഒരിക്കലും ഈ കഥ പറയുന്ന സമയത്ത് തന്നെ ഇത് നമ്മുടെ നാട്ടിൻപുറത്തേക്ക് ഒരു കണ്ണാടി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാണണം എന്നുള്ളതായിരുന്നു. നമ്മൾ ആ ഐഡിയയിലാണ് വർക്ക് ചെയ്തത്. അതൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റാണ്. ആക്ച്വലി അതിൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, നായകനൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. അയാൾ വെറുതെ കളിച്ച് പോയി പടം തീരുന്ന ഒരു കളി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ദുബായിലേക്കൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടന്നിട്ട് ഒരു ഘട്ടത്തിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ നടന്നിട്ട് ദുബായിലേക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പം അവരുടെ ഒരു ചിലവും പരിപാടികളാണ്. പക്ഷെ അവർ അത്രയും
അപ്പോൾ ആ ഒരു മീറ്റർ വെച്ചിട്ടാണ് നമ്മളത് വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രഞ്ജൻ സാറിൻ്റെ ഒരു തട്ടി നിവർത്തലുണ്ട്. ഞാൻ ആക്ച്വലി ആ സാധനം എഴുതുമ്പോൾ എനിക്ക് 25 വയസ്സാണ്. അപ്പം രഞ്ജൻ സാറിൻ്റെ ഒരു പക്വത അതിൽ പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭയങ്കര, അതാണ് ആ ഹാർട്ട് ടച്ചിങ് ആയിട്ട് ആൾക്കാർ ഇപ്പോഴും പറയുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതാണ് അങ്ങനെ സിനിമ. അത് ഡെയിലി ലൈഫ് റുട്ടീനാണല്ലോ. അതിൽ വേറെ കോൺഫ്ലിക്റ്റ്, നായകൻ ഒരിക്കലും ഒരു പ്രോബ്ലമോ ഒരു പ്രശ്നമോ ഒന്നുമില്ല. പിന്നെ എനിക്ക് അതിൽ ഇത് പറയാൻ അച്ഛൻ്റെ അമ്മ രഞ്ജൻ സാർ എഴുതിയതാണ്, രഞ്ജൻ പ്രമോ സാർ എഴുതിയതാണ്. എനിക്ക് വർഷങ്ങൾക്ക് ശേഷം അതേ കോമ്പിനേഷൻ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര നിമിത്തമായിട്ട് ഞാൻ കാണിയത്. കാരണം രഞ്ജൻ പ്രമോ സാറാണ് അച്ഛൻ്റെ അമ്മ രഞ്ജൻ സാർ എഴുതിയാണ്. അച്ഛൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഭയങ്കര ഫാനായിരുന്നു. എന്നിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരനെ കണ്ടുപിടിച്ച് പോയത്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം രഞ്ജൻ പ്രമോ സാറിൻ്റെ കൂടെ ആ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇവർ രണ്ട് കോമ്പിനേഷനായിട്ട് ഇപ്പോൾ പെണ്ണെടുക്കെ കഥ പറഞ്ഞപ്പം ആക്ച്വലി ആദ്യം രണ്ടുപേരും ഇല്ല. പിന്നെ ഇങ്ങനെ കറങ്ങി ഇവർ രണ്ടുപേരിലേക്ക് എത്തിയപ്പോൾ ഞാൻ ആലോചിച്ച് രഞ്ജൻ പ്രമോ സാറ് പണ്ട് ചെയ്തതാണല്ലോ. അതേപോലെ മഞ്ചേരി എടുത്തി അടുത്ത കാലത്ത് സംസാരിക്കുന്ന സമയത്ത് ആറ്റിങ്കരയോർത്തും ഈ രസകാന്തരത്തിലെ അച്ഛൻ്റെ അമ്മയിലെയും പാട്ടുകളെ കുറിച്ച് മഞ്ചേരിയുടെ 20 വർഷങ്ങളാണ്. അപ്പം ആ പാട്ടുകൾ അടയാളപ്പെടുത്തിയ പാട്ടുകളാണ്. മഞ്ചേരിയെ തന്നെ ഭയങ്കര രസമായിട്ടാണ് മഞ്ചേരി ആ പാട്ട് ആറ്റിങ്കര അതിൽ ഹോയ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മീര ജാസ്മിനെ ഓർക്കുന്നുണ്ട്. മീര ജാസ്മിന്റെ പടങ്ങളിൽ മഞ്ചേരി ഒരു ഭാഗമായിരുന്നു. ഇളയരാജ സാറിൻ്റെ പാട്ടുകളൊക്കെ മഞ്ചേരി പാടിയിരുന്ന ഒരു ടൈം കൂടെയായിരുന്നു. മഞ്ചേരി കൂടെ ഒന്ന് ഓർക്കൂ. തീർച്ചയായിട്ടും മഞ്ജരി പേഴ്സണലി ഒരു വളരെ സ്വീറ്റ് ഗേൾ ആണ്. ഷീ ഈസ് എ വെരി ലവ്ലി ഗേൾ. മഞ്ജരിയോട് സംസാരിച്ചിരുന്നു ഈ 20 ഇയേഴ്സിനെ. മഞ്ജരി ഇങ്ങനെ പറഞ്ഞു മീരയ്ക്ക് വേണ്ടിയിട്ട് പാടിയ പാട്ടുകളൊക്കെ അതൊക്കെ ഭയങ്കര ആറ്റിൻകരത്തൊക്കെ ഭയങ്കര സിഗ്നേച്ചർ ഇതല്ലേ. അപ്പൊ അവര് ഒരു ടൈമിൽ പറയുന്നു മഞ്ജരി പാടിക്കഴിഞ്ഞാൽ മീര പാടുന്നു അല്ലാന്ന് തോന്നുമായിരുന്നു. പക്ഷെ സുജാത ചേച്ചി പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട് എനിക്ക് വേണ്ടി, മഞ്ജരി പാടിയിട്ടുണ്ട്, ശ്വേത പാടിയിട്ടുണ്ട്, ഇവരെല്ലാരും പാടിയിട്ടുണ്ട്. ബട്ട് മഞ്ജരിയുടെ ആ ഒരു ഭയങ്കരമായിട്ട് സൂട്ടബിൾ ആയി. ആൻഡ് യെസ് മഞ്ജരി ഇളയരാജ സാറെ ഒരു കുറെ പാട്ടുകൾ, ഷീ ഈസ് എ വെരി ടാലന്റഡ് സിംഗർ. ഐ മീൻ വെരി സ്വീറ്റ് പേഴ്സൺ ഓൾസോ. ആൻഡ് ഓൾസോ പേഴ്സണലി എനിക്ക് ഇപ്പം നമ്മുടെ രവീന്ദ്ര മാഷ്, ഔസേപ്പച്ചനങ്ങള്, ഇളയരാജ സാറ്, AR റഹ്മാന്, എല്ലാ മികച്ച ദൈവം അനുഗ്രഹിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലിറിസിസ്റ്റുകൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ നല്ല വരികൾ സൂത്രധാരയിൽ തുടങ്ങുമ്പോൾ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന് പറയാൻ വന്നത് അതെ, ആ പേര് വിട്ടുപോയത് കൈതപ്രം. അതെ, പിന്നെ അങ്ങനെ എന്താ പറയാ, ശരിക്കും സച്ച് എ ഗ്രേറ്റ്, എന്താ പറയാ, ഒരു വലിയ ബ്ലെസ്സിങ് അല്ലേ ഇവര്. ഏറ്റവും പിന്നെ വെച്ചാൽ ഇളയരാജ സാറിയുടെ സ്റ്റുഡിയോയിൽ കമ്പോസ് ചെയ്യുമ്പോൾ ഇരുന്നിട്ടുണ്ട്. സാർ അങ്ങനെ ഒരുപാട് എൻകറേജ് ചെയ്യത്തില്ല ഇങ്ങനെ വന്നാലും കാണാനൊന്നും. കമ്പോസ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഔസേപ്പച്ചൻ ഞങ്ങൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് പോയി കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും പോയി ഇരിക്കുമായിരുന്നു ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാനൊക്കെ ഒരു ആകാംക്ഷ. ശരിക്കും അതൊരു വലിയ ഭാഗ്യമായിട്ട്. ക്യൂൻ എലിസബത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് M.K. പത്മകുമാറിന്റെ പേര് പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം വടക്കം വീരഗാഥയിൽ ഹരിഹരൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ നരസിംഹത്തിൽ ഷാജി കൈലാസിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ബൽറാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓർക്കുമ്പോൾ ഒത്തിരി പടങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ മാമാങ്കം പോലൊരു വലിയ പടം നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നു. ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ത്രില്ലർ ജോണറിൽ വ്യത്യസ്തമായ പടമാണ് ജോസഫ് എന്ന് പറയുന്നത്. ഈ പടം വേറൊരു ജോണറിലാണ്. എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പ്രതീക്ഷ ഒന്ന് പങ്കുവയ്ക്കും? ഞാനൊരു ഓഡിയനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ എനിക്ക് എല്ലാത്തരം സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇത്തരം സിനിമകൾ കാണാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു മീറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. അപ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എങ്ങനെ ഇരിക്കണം എന്ന രീതിയിൽ സിനിമ ചെയ്തു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുത്തുകയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടമായി സിനിമ. ഞാൻ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. എല്ലാ സിനിമകളും എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റില്ല. എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്കതിനകത്ത് കുറേ കുഴപ്പങ്ങൾ ഫീൽ ചെയ്യും. ഇതിങ്ങനെ എല്ലായിരുന്നല്ലോ ചെയ്യേണ്ടതെന്നൊക്കെ തോന്നും. എനിക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കും. പക്ഷേ ഈ സിനിമ എനിക്ക് പിന്നെയും കാണാൻ തോന്നുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തീർച്ചയായും ഓഡിയൻസിനും അങ്ങനെ കാണാൻ തോന്നുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഡയറക്ടറെ പറ്റി പറയാനേ ഒരുപാട് പറയാനുണ്ട്. വളരെ ഡയറക്ടറിൻ്റെതായ ഒരു നിലപാടുള്ള ഒരു സംവിധായകനാണ്. ഐ മീൻ ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. അല്ല ഞാൻ പോയി ഓക്കെ എനിക്ക് അറിയാവുന്ന എല്ലാം കൂടെ അഭിനയിക്കുക, അങ്ങനെയല്ല. ഡയറക്ടറെയാണ് എന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് എൻ്റെ പെർഫോമൻസും വരുന്നത്. കറക്റ്റായിട്ട് സാറ് എന്നെ ഹാൻഡിൽ ചെയ്തു. എൻ്റെ ക്യാരക്ടറും പെർഫോമൻസും ഒക്കെ മീര കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യാം, അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് വന്ന് എന്നെ എന്താ പറയുക സജഷൻ തന്നു. അങ്ങനെ എന്നെ കറക്റ്റ് ചെയ്തു. എനിക്ക് ബെറ്റർ പെർഫോമൻസ് കൊടുക്കാൻ പറ്റി. ആൻഡ് ഓൾസോ ഈസ് വെരി കാം ഓൺ ദ സെറ്റ്.
പിന്നെ വളരെ ആ ഒരു എനർജിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഈഗോ ഇല്ലാതെ അതിനെ കേട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അദ്ദേഹം അത് ചെയ്തിരിക്കും. അതൊക്കെ പടത്തിന് പോസിറ്റീവായിട്ടാണെങ്കിൽ പത്മകുമാർ സാർ അത് എടുക്കും, അതിൽ മാറ്റം വരുത്തിയിരിക്കും. അത് പറഞ്ഞിരിക്കണം, അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ്. സത്യനന്ദിക്കാടിന് ആ ഒരു വേറെ അങ്കിളുടെ ഒരു ക്വാളിറ്റിയാണ് അത്. ആക്ച്വലി വളരെ ഫ്രണ്ട്ലി, കാം, എല്ലാവരെയും ഓപ്പൺ ആയിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറയാം. അല്ല ഞാൻ വലിയ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, അവരും അതിൽ പഠിച്ചുകൊണ്ട് ഉണ്ടല്ലോ, ഓപ്പണാ വളരെ. പത്മകുമാർ സാറിന് അതുണ്ട്. അതുകൊണ്ട് ഈ പടത്തിന് ഭയങ്കരമായിട്ട് ഗുണകരമായിട്ട് വന്നു. പെർഫോമൻസ് ആണല്ലോ, ഞങ്ങളുടെ പെർഫോമൻസും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ ഒരു ഡയറക്ടർ ഭയങ്കരമായിരുന്നു. തീർച്ചയായിട്ടും ചിത്രത്തിലെ ട്രെയിലറിൽ അവസാനം എഴുതി കാണിക്കുമ്പോൾ ക്യൂൻ ഈസ് ബാക്ക്, ക്യൂൻ തിരിച്ചു വരട്ടെ ഈ പടത്തിലൂടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.